പൊലിമ തന്നു വിഘ്നങ്ങളൊന്നും വരാതെ നിൻ തുമ്പി. എന്റെ ഗണപതി ഭഗവാന് എല്ലാ ദിവസവും പതിപോലെ വന്ന് ഞാൻ കട തുറക്കുന്നുണ്ട്. ഞാൻ വിളക്കും കത്തിക്കുന്നുണ്ട്, ചന്ദനത്തിരിയും കത്തിക്കുന്നുണ്ട്. അത് നല്ല കിണ്ണം കാച്ചിയ മണമുള്ള ചന്ദനത്തിരി. പക്ഷേ ചന്ദനത്തിരിയുടെ മണം മാത്രമല്ല, അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടുന്നില്ല. ഇത് ഞാൻ ആരോട് പറയാൻ? ഇതൊക്കെ എത്ര ദിവസം പറയുന്നു? ഒന്ന് കാത്തോണേ. അല്ലേ, ഞാൻ എങ്ങനെ ജീവിച്ച ആളാണെന്ന് അറിയാവോ? ആ ബിജുക്കുട്ടാ, ഞാൻ എങ്ങനെ ജീവിച്ച ആളാന്നറിയാവോ? ഇല്ല, എനിക്കറിയാൻ പാടില്ല. അറിയത്തില്ലേ? ഇല്ലില്ല. അതുകൊള്ള ഞാൻ ഇഷ്ടം പോലെ ഇട്ടുമൂടാൻ പൈസ ഉണ്ടായിരുന്ന വീട്ടിലായിരുന്നു. അതെ, ഞാനിപ്പോ എന്തുകൊണ്ടാ ഇനി? നിങ്ങളൊന്നും വേണ്ട, ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞത്, ഈ ഫേസ്ബുക്കും യൂട്യൂബും കണ്ടുപിടിച്ചെന്റെ തലയിൽ ഇടുത്തി വീഴണം. ഇടുത്തി വീഴണം. ഈ ഫേസ്ബുക്കും യൂട്യൂബും കണ്ടുപിടിച്ചെന്റെ തലയിൽ ഇടുത്തി വീഴണം. നിങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയൊക്കെ വെറുതെ ഇങ്ങനെ ചീത്ത വിളിക്കണത്? എന്റെ പെണ്ണുമ്പിള്ള അറിയാവോ? എനിക്കറിയാൻ പാടില്ല. ഒരു കൈയടി കൊടുക്കുക പുള്ളിക്ക്. എന്റെ പെണ്ണുമ്പിള്ള അറിയാത്ത കേരളത്തിലെ ഏക വ്യക്തി. സമ്മതിച്ചാന്നിരിക്കുന്നു. എന്റെ പെണ്ണുമ്പിള്ള വൈറൽ താരമാണെന്ന്. അവള് യൂട്യൂബിൽ ലൈവ് നോക്കല്ലായിരുന്നോ? അല്ല, ഈ ലൈവ് പോകണം നല്ലതല്ലേ? ഈ ലൈവ് പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, അതുപോലെ വരുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ വ്യൂസ് കൂടണല്ലോ, എന്നാലും നമുക്ക് വരുമാനം കിട്ടുള്ളൂ. നല്ലതാണ് അത്. നിങ്ങൾ ഉദ്ദേശിക്കാനൊക്കെയുള്ള ലൈവ് അല്ല. അവള് 2 ആഴ്ച വെക്കുമ്പോ ഒരുത്തോടെ ലൈവായിട്ട് അങ്ങ് ഇറങ്ങി പോയെന്ന്. എടാ, ഈ പോയി കഴിഞ്ഞപ്പോ എന്റെ കൊടുക്ക എടുത്തോണ്ട് പോയി. പിന്നെ എന്റെ വല്ലതും ഉണ്ടാ? അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു തട്ടുകട കിട്ടി. അങ്ങനെ ഇട്ട തട്ടുകടയാണ് ഇത്. എന്റെ പൊന്ന്, ഇതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ദൈവമേ, ഇന്ന് വയറ് വിശന്ന് വലഞ്ഞ് കൊരവള്ളി വരെ തിന്നാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യം പറയേണ്ടത്. 500 രൂപ അങ്ങനെ തിന്നണോ? അണ്ണോ, ഒരു ചായ ഇടണോ? ഒരു ചായ ഇടണ. ചായ മാത്രം മതിയാ, കടി വേണ്ടേ? ഇവിടെ ഉള്ള കടി ഓയിൽമെന്റ് ഇട്ട് മാറ്റാൻ നോക്കാം. ഒരു ചായ എടുക്കണ്ട. പിന്നെ ചായ എടുക്കുമ്പോഴേ പാല് കൂട്ടി വെള്ളം കുറച്ച് മധുരം കുറച്ച് നല്ല കിടുക്കാച്ചായിട്ടൊരു ചായ എടുക്കണം. പിന്നെ ഒരു മേമ്പൊടിക്ക് വേണേച്ച് ഹോളിസും കിട്ടും. നിനക്ക് ഇവിടെ ചായ ഇല്ല. എന്തൊരു പറച്ചിലാണ്? പിന്നെ നിന്റെ സൗകര്യത്തിന് അടുക്കായിരിക്കുവാണോ ഞാൻ? ഒരു നിബന്ധന, ഒരു 10,000 നിബന്ധന, 10 രൂപയുടെ ചായയും 15 രൂപയുടെ നിബന്ധന. നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയിട്ട് കുടിക്കണം. എന്തായാലും വന്നു പോയില്ലേ? ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോ ഞാനൊരു ചായ എടുത്തു തരാം, നീ അത് കുടിക്കും. ആവട്ടെ. മോനെ, അച്ഛൻ വിളിച്ചേ ഒരു കാര്യം പറയാനാ. മക്കളെ, നിന്നെ കോളേജ് വിട്ട് പഠിപ്പിക്കുന്നത് അച്ഛന് നിവൃത്തി ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു കാര്യം, കോളേജിൽ പോവാ, നീ പഠിക്കുക. നീ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും പോവണ്ട. മക്കളെ, ഈ കോളേജ് രാഷ്ട്രീയം ഒന്നും നമുക്ക് പറ്റില്ല. നിങ്ങൾ കൂട്ടുകാര് ഈ തോളി കൈയിട്ട് നടക്കേണ്ട പ്രായത്തിന് എന്തിനാടാ ഈ രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് തമ്മിത്തല്ല നിൽക്കുന്നേ? ഹലോ ഹലോ, മക്കള് പഠിക്കുക. അച്ഛനെ അമ്മയെ നോക്കുക. അതെ 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 അതെ, അതിവിടെ നടക്കത്തില്ല മോനെ. ഒരു മിനിറ്റ്, അതിവിടെ നടക്കത്തില്ല. അതിന്റെ ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ചായക്കട രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. പിന്നെ ഇയാളിപ്പോ ഫോൺ വിളിച്ച് രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ എന്റെ മോന്റെ കൂടെ കാര്യം. ഇയാളുടെ മോന്റെ അടുത്താണ് ഇയാളുടെ വീട്ടിൽ പോയി രാഷ്ട്രീയം പറഞ്ഞാൽ മതി. എന്റെ കടയിൽ രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വന്ന് ഇവിടുത്തെ കടയിൽ വന്നിരിക്കും. ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയും. പിന്നെ ഇടിയാകും, കത്തിക്കുത്താകും. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോകണം. അതുകൊണ്ടാ പറയാം രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ രാഷ്ട്രീയം. പിന്നെന്താ, ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞാണ് കാര്യങ്ങൾ. നിനക്ക് ചെവിയേക്കത്തില്ലടാ. എന്റെ കടയിൽ രാഷ്ട്രീയം പറയണ്ടെന്ന്. അണ്ണച്ചുമാൻ, അണ്ണൻ ഒന്നാമത്തെ കാര്യം, അണ്ണന് രാഷ്ട്രീയത്തെ കുറിച്ച് ചങ്കും മുഖം അറിയത്തില്ല. ഇങ്ങനെ അണ്ണന് രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചങ്കും മുഖം അറിയത്തില്ല. പിന്നെ ഞാൻ പറയാൻ വരുന്നത് എടാ, ഞാൻ കറതീരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. നിനക്കറിയാവോ അത്? എന്തോ കറതീരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരള ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു നീ. അല്ല, സൂപ്പർ ബഡ്ജറ്റ്. അത് നിന്റെ പാർട്ടിക്ക്. എന്റെ പാർട്ടിക്ക് അതല്ലേ? അത് നടക്കത്തില്ലെന്ന്. നിങ്ങൾ പ്രതിപക്ഷം അങ്ങനെ പറയൂ. നീ പ്രതിപക്ഷം പറയരുത്. എടാ, ഇവിടെ ഞങ്ങളുടെ പാർട്ടിക്കാർ കൊണ്ടുവന്ന ഈ പഞ്ചായത്തിലുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിക്കാർ എന്തോ പഞ്ചായത്ത് ഇവിടെ പാലം കൊണ്ടുവന്നറാ. കേക്കണം. നല്ലതുപോലെ മനുഷ്യൻ നടന്നുകൊണ്ടിരുന്ന ഒരു പാല വെട്ടിപ്പൊളിച്ചിട്ട് ഇപ്പൊ മനുഷ്യന് പോകാൻ വയ്യാത്ത പാലം കൊണ്ടുവരാതെ ഞങ്ങൾ ഒരു കാര്യം, അതിന്റെ ഫണ്ട് നിങ്ങൾ മുക്കി. പഞ്ചായത്തിൽ ഞങ്ങൾ വലിയ കിണർ കൊണ്ടുവന്ന് സ്ഥാപിച്ച അടിപൊളി. പഞ്ചായത്തിൽ നിന്ന് ഒരു കിണർ കുത്തി കൊടുത്ത് ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ എന്തിനാ? എങ്ങനെ വരും പ്രതിപക്ഷം? ഇവര് കിണർ കുഴിച്ചതിന്റെ ഏറ്റവും കൊണ്ട് എന്തോ തടയിട്ടിട്ട് ആ ഉറവ് വരുന്ന സാധനം അയലത്തെ സംസ്ഥാനത്ത് കൊണ്ട് കൊടുത്തില്ലേ നിങ്ങൾ? ദൈവമേ, വണ്ട് അഴിമതി കാണിച്ചു വെച്ചിട്ട് അതുടനെ അന്യ സംസ്ഥാനക്കാരുടെ മണ്ടേ. ഞാനൊരു കാര്യം പറയാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരെ പലതും ചെയ്തിട്ടുണ്ട്. നിനക്കൊരു കാര്യം അറിയാമോ? എടാ, കോഴിക്കോട് കാപ്പാട് പേസ്പോർട്ട് ഗാമ. അങ്ങനെ ഒരാളാ വന്ന്. അപ്പൊ നീ എനിക്ക് രാഷ്ട്രീയം പറയാൻ അറിയത്തില്ലെന്ന് പറയും. അതിവിടെ
അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം പറയണ്ട, നീ നിന്റെ പണി നോക്കി പോ എന്റെ കടയിൽ നിന്ന്. എന്തോ പറയാനാന്ന് നോക്കണം. ഞാൻ എന്റെ മോന്റെ കൂടെ രണ്ട് കാര്യമേ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞോളൂ. ഇയാൾ ഈ ബോർഡ് എഴുതി വെച്ചിട്ട് ഇവിടുന്ന് മണിക്കൂറൊന്നും കൊണ്ട് കിടന്ന് രാഷ്ട്രീയം വിളമ്പില്ല. ഇതാരാ ഈ രാഷ്ട്രീയം പറയുന്നത് ഇവിടെ? ഇവിടെ രാഷ്ട്രീയം പറയണ്ടെന്ന് ബോർഡ് നീ നിന്റെ പണി നോക്കി പോ. നിങ്ങളുടെ നീ പോടാ. നിന്റെ അമ്മയോർത്ത് നീ ഇറങ്ങി പോടാ ഇവിടുന്ന്. നീ നിന്റെ നീ പോടാ. നീ ഞാൻ രാഷ്ട്രീയം പറഞ്ഞ നീ പോടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാൻ വേണ്ടിട്ടാ. ഞങ്ങളെ ഈ ചൊറി പിടിച്ച സ്വഭാവം എടുത്ത് കാണിക്കരുത്. എന്റെ അടുത്തേ നീ അവരുടെ കൈ ചൂണ്ടത് കൈ കൊണ്ട് എന്തോ പോയി പോടാ. അതെ എന്നെ തൊട്ടാണ്ടല്ലോ. പോടാ. എന്നെ തൊട പോടാ. അല്ല നീ തോളെ ചേർന്ന് ഇറങ്ങുന്നോടാ നിന്റെ കൂടെ. നീ എന്നെ അടിക്കണ വേറെ ഏതാണ്ട് ചെയ്യണം. എടാ ഈ പാമ്പിനെയാണോ നോച്ചു വിട്ടത്? ഞാൻ കാണിച്ചേരാടാ, കാണിച്ചേരാ. നിനക്ക് നാണോ ഇല്ലോടാ ഇങ്ങനെ അടിക്കാൻ? അടിക്കരുത്, കാണിച്ചേരാ. നീ എന്നെ കാണുമാറിപ്പോയി. കാണിച്ചേരാ, കാണിച്ചേരാ. ഞാൻ നീ കാണിച്ചാ പച്ചറിയും ഞാൻ. അല്ലെങ്കിൽ എന്തിനത് നാളത്തേക്ക് വെക്കുന്നു? ഒന്നും നാളത്തേക്ക് വെക്കത്തില്ല.